ഹലോ അമ്മു സുമൻസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓണത്തിൻ്റെ അന്നത്തെ ഒരു ഡേ ആയിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. രാവിലെ തന്നെ ഞാൻ എണീച്ചര പുറകെ എണീച്ചു. ഞങ്ങളെല്ലാവരും കുളിച്ച് മാറ്റി സെറ്റായി അമ്പലത്തിലേക്ക് ഇറങ്ങി. അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു ദിവസം കുറേ കാലത്തിന് ശേഷമാണ് ഏട്ടൻ ഓണത്തിൻ്റെ നാട്ടിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാമത് ഓണല്ലേ, അപ്പോൾ പിന്നെ ഭയങ്കര തിരക്കല്ലേ. ഇത് മലമുകളിൽ നിന്ന് എവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതൊരിക്കലും വറ്റിലില്ല എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കാറ്. കൂടുതൽ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അറിയാത്തക്കാരൻ പറയരുതെന്നാണല്ലോ. പിന്നെ ഇതാ ഇച്ചുവും ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുമായിരുന്നു. അമ്മയും അച്ഛനും വഴിപാടാക്കിയത് വരി നിന്ന് വാങ്ങുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഇച്ചും ഏട്ടനും കൂടി ചിരിച്ച് കളിക്കുക. ഏട്ടൻ എന്തൊക്കെയോ അവിടെ നിന്ന് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇപ്പം ഇവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. പിന്നെ അതിന് ശേഷം ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ടിന് വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു അവിടെ. അവനോട് വർത്താനം പറഞ്ഞു ഞങ്ങൾ. പിന്നെ അതാ ഞങ്ങൾ വേഗം തൊഴുതിറങ്ങി. ചുതാ അവൻ്റെ പപ്പ അങ്ങോട്ട് പോയത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ വണ്ടി കയറി നേരെ വീട്ടിലേക്കാട്ടോ പോയത്. ഫുഡൊക്കെ ആക്കാനുണ്ടായിരുന്നു. പൂക്കളിടണം, സദ്യ വയ്ക്കണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഞങ്ങൾ അധികം നേരം ചുറ്റാനൊന്നുമില്ല. വേഗം ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഇതങ്ങണ്ട പാലക്കുറമ്പ ക്ഷേത്രം. ഇത് താമര എന്തൊക്കെയോ ഉണ്ട് അവിടെ. ഞാനതാണ് ചോദിച്ചിട്ട് കാണിക്കുന്നത്. പിന്നെ വീട്ടിലെത്തി പിന്നെ 2-3 വീഡിയോസൊക്കെ എടുത്തു. റീലും ഷോർട്സൊക്കെ ചെയ്യാൻ വേണ്ടി 2-3-4 വീഡിയോസൊക്കെ എടുത്തു. പിന്നെ 2-3 ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറി താഴേക്ക് എത്തി ഇച്ചുവിന് ഫുഡ് കൊടുക്കുകയായിരുന്നു. ഇച്ചുവിന് ആദ്യം വെള്ളപ്പം മാത്രം കൊടുത്തു നോക്കി. പിന്നെ കുറച്ച് നേരം വെള്ളപ്പവും പട്ടാളിയും കൂടിയാണ് പിന്നെ എടുത്തത്. വെള്ളപ്പം മാത്രം നിന്നപ്പോൾ അവന് മതിയായി. പിന്നെ വെള്ളപ്പവും കറിയും കൂടി കൂട്ടിയപ്പം കുറച്ചും കൂടി കഴിച്ചു. പിന്നെ ഇതാ പൂക്കളൊക്കെ അരിഞ്ഞ് അപ്പം ഇച്ചു വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും മേലും കയറിയിട്ട്. പിന്നെ എങ്ങനെയെങ്കിലും അവനെ ഉറക്കി സെറ്റാക്കി ബാക്കി ചെയ്യാൻ വെച്ചിട്ട് അവനെ ഉറക്കാൻ നോക്കി. അവൻ ഉറങ്ങി. അതിന് ശേഷം അവൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ പൂവൊക്കെ ബാക്കിയും കൂടി അരിഞ്ഞു. പൂക്കളിട്ടു. ഏകദേശം എങ്ങനെയൊക്കെയോ കിട്ടി ഞങ്ങൾക്ക്. എന്നാൽ കുഴപ്പമില്ലാത്ത രീതിക്ക് ഒപ്പിക്കാം എന്ന രീതിക്കാണ് കിട്ടിയത്. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇട്ടതിന് ശേഷം അടുക്കളയിലേക്ക് കയറി ഞാൻ. അപ്പോഴത്തേക്ക് അമ്മ ഒരുവിധമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പപ്പടവും ഉപ്പേരിയും കറി വറവിടാനും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്തു കൊടുക്കുമ്പോൾ അതാ ഇച്ചു ബേബി എണീറ്റ് വന്നു. പിന്നെ കുറച്ച് നേരം അവനെടുത്ത് കളിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ പൂക്കളൊക്കെ കാണിച്ചു കൊടുക്കാൻ പോയി. ഇവിടെ ഇങ്ങനെയൊക്കെ പുറത്തേക്കൊക്കെ 2-3 പൂക്കളൊക്കെ ഇട്ടു. അരി, പറ, വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പൂക്കളത്തിന് മുമ്പിൽ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ വിചാരിച്ചു അവൻ പൂക്കളൊക്കെ കൊളാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ ടൈം ആയതുകൊണ്ട് ഏട്ടൻ ആദ്യം ഒരു കഷ്ണം പപ്പടം വായിൽ വെച്ചെടുത്ത്. പിന്നെ അവന് ഞങ്ങൾ ജസ്റ്റ് ഉപ്പോട്ട് വേവിച്ച പച്ചക്കറിയാണ് വെജിറ്റബിൾസ് കൊടുക്കുക ചെയ്തത്. സാമ്പാറിൻ്റെ ഒക്കെ അവന് എരിവ് കൂട്ടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് തൈരും പപ്പടമൊക്കെ കൂട്ടി കൊടുത്തു. ഇവിടെ അച്ചാറുണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, വറുത്തപ്പേരും ശർക്കരപ്പേരും തൈരും ഉപ്പും സാമ്പാറും അടപ്രഥമനും ഇതായിരുന്നു ഈ ഓണത്തിലെ സദ്യ. പിന്നെ അത് കഴിഞ്ഞൊരു 6:30 ഒക്കെ ആയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമറ്റൊക്കെ സെറ്റായിരുന്നു. ആകാശത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അതാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത്. പിന്നെ ഒന്നാമത് ഏട്ടൻ്റെ പല്ലുവേദനയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം വന്നത് ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. പല്ലുവേദന വെച്ചിട്ട് പല്ലൊക്കെ തേക്കുവാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. 7:30 ആയി. വന്നപ്പോൾ അമ്മ ചെറിയൊരു കാപ്പി ഉണ്ടാക്കി തന്നു. കാപ്പി കുടിച്ചു. വറുത്തപ്പേരും ശർക്കരപ്പേരും മസാലക്കടലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിപ്പോൾ പിടിച്ചെണീക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലായിടത്തേക്കും വലിഞ്ഞ് കയറുന്നുണ്ട്. ഓരോന്ന് പിടിച്ച് വെച്ച് താഴെ ഇടുക, അതാണ് അവൻ്റെ മെയിൻ ഹോബി. ഇപ്പം ഉണ്ടോ, അവനും വറുത്തപ്പേരൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കുഞ്ഞു കഷ്ണം കൊടുത്താൽ കുറേ നേരം വയലിട്ട് അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. ഈ ഓണത്തിന് മുമ്പ് ഞങ്ങൾ 2-3 ഫോട്ടോസ് ഇച്ചുവിൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓണത്തിന് മുമ്പ് പൂക്കളിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ദഹിച്ച് വറുത്തപ്പേരൊക്കെ തിന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഉണ്ടായിരുന്നു. വറുത്തപ്പേര്, ശർക്കരപ്പേര്, മസാലക്കടല എല്ലാം കൂടി കൂട്ടി കഴിച്ചു. പിന്നെ ഇവിടെ രാത്രിത്തെ ഫുഡ് കൂട്ടുകറി ഉണ്ടായിരുന്നു. മത്തനും മമ്പയറും കറി, അവിയൽ, അച്ചാർ, ചോറ്. ഇതായിരുന്നു ഇവിടുത്തെ ഫുഡ്. പായസം ഉണ്ടായിരുന്നു, അടപ്പായസം ഉണ്ടായിരുന്നു. ഇച്ചു മേലൊക്കെ കഴുകി വന്നു. ഡ്രസ്സൊക്കെ മാറ്റി ഏകദേശം അവൻ ഉറങ്ങാൻ ടൈമായി തുടങ്ങി. പിന്നെ അവനെ റെഡിയാക്കി ഉറക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. 11 മണിയായപ്പോൾ അവനെ കൊണ്ടുറക്കി. പിന്നെ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഫോട്ടോസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.